എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ചേട്ടാ നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, ഇവിടെ സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വില, ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, റെന്റൽ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും, ഒരുപാട് പൈസ ചെലവുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കമ്പാരിസൺ വീഡിയോ അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. കാരണം തീർച്ചയായും നമ്മുടെ ഇതൊരു യൂറോപ്പാണ്, ഫിൻലാൻഡാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്രൈസ് ലിസ്റ്റും ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റും വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്, സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഫിൻലാൻഡിന്റെ ഒരു കേസ് ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ പോലെ ഒരു MRP കൺസെപ്റ്റ് ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും കാലം പർച്ചേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. കാരണം നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരേ സാധനം, ഒരേ ബ്രാൻഡിന്റെ സാധനം എന്താ ഇവിടെ നിന്നൊരു സാധനം മേടിക്കുമ്പോൾ അതിനൊരു വിലയായിരിക്കും, ഒരു 100 മീറ്റർ അപ്പുറേ ചെല്ലുമ്പോൾ അതിന് വേറൊരു വിലയായിരിക്കും, ഓപ്പോസിറ്റ് ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ അതിന് വേറെ വിലകളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. സാധനങ്ങൾക്കാണ് വില. ഈ ഒരു സാധനത്തിന് ഇത്ര വിലയാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഞാനിവിടെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ മാർക്കറ്റ് അല്ലെങ്കിൽ കെ ഗ്രൂപ്പും ഉണ്ട്, എസ് ഗ്രൂപ്പും ആണുള്ളത്. മെയിനായിട്ട് നമുക്ക് മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ കെ മാർക്കറ്റിന് കെ മാർക്കറ്റ് ഉണ്ട്, കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കെ സിറ്റി മാർക്കറ്റ് ഉണ്ട്, അതുപോലെ എസ് ഗ്രൂപ്പിന് പ്രിസ്മയുണ്ട്, എസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെ ലിഡിലുണ്ട്, അതുപോലെ ഏഷ്യൻ സ്റ്റോറുകളുണ്ട്, അൽപ്പയുണ്ട്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെ ഗ്രൂപ്പിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറൊരു കമ്പനി, വേറൊരു ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ, എസ് ഗ്രൂപ്പിൻ്റെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കിന് ഒരു മന്ത്ലി നമ്മളൊരു €100 പർച്ചേസ് ചെയ്താൽ €1 ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. സ്റ്റുഡൻസിനൊക്കെ നമുക്ക് അത്ര €100 പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും മാക്സിമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കുന്ന കെ ഗ്രൂപ്പിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ €75 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഏതാണ്ട് €3.75 ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് അത് വെച്ചിട്ട് അടുത്ത് മേടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മേടിക്കാറ്. കാരണം സ്റ്റുഡൻസിന് മാത്രമുള്ളൊരു ഓഫറാണത് കെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അത് മാത്രമല്ല അവിടെ പോയി മേടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പറായിട്ട് സാധനങ്ങൾ കിട്ടും. അത് മറ്റ് എല്ലാ കോമ്പറ്റീറ്റേഴ്സിന്റെ കയ്യിലുള്ള ഒരു സാധനങ്ങളല്ല, അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ബ്രാൻഡിൽ ഇറക്കുന്ന സാധനങ്ങളുണ്ട്. അരി മുതൽ ഹാൻഡ് വാഷ് വരെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അതൊക്കെ വളരെ ചീപ്പറാണ്. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ പോയി വിലയ്ക്ക് കിട്ടത്തില്ല, അത്രയും ചീപ്പറായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും മാസങ്ങൾ മേടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. ഉറപ്പായിട്ടും ഇതൊക്കെ തന്നെയാണ് ചീപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഫുഡിൻ്റെ കേസിൽ. കാരണം ഫുഡാണല്ലോ നമുക്ക് മെയിൻ. അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ വേറെ ചീപ്പറായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഫുഡിൻ്റെ കേസിൽ ഇതാണ് ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ഏകദേശം വില എങ്ങനെയാണ്, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, മന്ത്ലി ഒരു മാസം പട്ടിണി ഇറങ്ങണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ ഷോപ്പ്, അതായത് കെ ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് കെ മാർക്കറ്റ്. അത് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, പിന്നെ സിറ്റി മാർക്കറ്റ്. സ്വാഭാവികമായും നിങ്ങൾ ഏറ്റവും വലിയ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വീക്കിലി ഒരു പർച്ചേസ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. തൊട്ടടുത്തൊക്കെ പോയിട്ട് പെട്ടെന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടുതൽ തന്നെയാണ്. ചില സാധനങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില സാധനങ്ങൾക്ക് ചിലയിടത്ത് ഭയങ്കര വില കുറവാണ്, ചില സാധനങ്ങൾക്ക് ആ ഷോപ്പിൽ അത് വില കൂടുതലായിരിക്കും. എങ്കിലും പൊതുവിൽ നമുക്ക് ഈ കെ ഗ്രൂപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് ലാഭം. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഇത്രയും മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഇതിനങ്ങനെ ഒബ്ജക്ഷനുള്ള ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഫിൻലാൻഡിൽ. കാരണം ഇതങ്ങനെയാണ്, ഇതാണ് റിയാലിറ്റി. ഞാൻ കാണിച്ചു തരാം. എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമുക്ക് അരി. മലയാളിയാണ്, അരിയില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇവിടെ 1 കിലോ അരിക്ക് ഏതാണ്ട് €3 മുതൽ €4 വരെയൊക്കെ ഉണ്ട്, ഞെട്ടണ്ട. പക്ഷെ കെ ഗ്രൂപ്പിൻ്റെ അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ഏതാണ്ട് 85 സെൻറ്റാണ്. ഇതാണ് അരി 85 സെൻറ്റാണ്. ഇതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കെ, ഇതിന് 85 സെൻറ്റാണ്. പെട്ടെന്ന് വേവും കേട്ടോ. നമുക്ക് എനിക്കൊന്ന് കുക്കറിനെ കൂടിപ്പോയാൽ 1 വിസിൽ മതി, പെട്ടെന്ന് അരി വേവും. ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി, 15 മിനിറ്റ് കൊണ്ട് അരി വേവും. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഒന്നും അങ്ങനെ എടുക്കത്തില്ല. നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനത്തെ കൂടെ സൂക്ഷിക്കണം. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഭയങ്കര ചീപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 20 കിലോയുടെ 50 കിലോയുടെ ഒക്കെ ചാക്ക് ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റും. പക്ഷെ ഒരു സ്റ്റുഡൻറ്റിന് അത്ര അങ്ങനെ മേടിച്ച് വെക്കേണ്ട സാഹചര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമുക്ക് ലാഭം. 85 സെൻറ്റ് പരിപാടി കഴിയും. ഇതിന് 85, 84, 87 അങ്ങനെ പല പ്രൈസാണ്. ഇത് കെ സിറ്റി മാർക്കറ്റ്, കെ സൂപ്പർ മാർക്കറ്റ്, കെ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. വേറെ ഷോപ്പിൽ നിന്ന് ഇത് മേടിക്കാൻ പറ്റില്ല, ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് അരി. അരി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടി വരുന്നതാണ് ഓയിൽ. പൊരിച്ച് കരിക്കാതെ നമുക്ക് തിന്നാൻ പറ്റില്ല. ഇതാണ് കെ മാർക്കറ്റിൻ്റെ ഓയിൽ. ഇത് ഏകദേശം ചീപ്പറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, കാരണം ഇത്രയും പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇത് 1 ലിറ്ററിൻ്റെ എണ്ണയാണ്. സൺഫ്ലവർ അല്ല, ഈ ഒരു ചെടിയാണ്, എന്തരാണ് എന്തോ. അപ്പോൾ ഇതിൻ്റെ എണ്ണയാണ്. പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പ് ഭയങ്കര ചീപ്പറാണ്. കെച്ചപ്പൊക്കെ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ €5, €6 ഇതെനിക്ക് തോന്നുന്നത് കെ മാർക്കറ്റിൻ്റെ 1 ലിറ്ററിൻ്റെ കെച്ചപ്പാണ്. ഇതിന് €1 താഴെ വരുന്നുള്ളൂ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ഞാൻ കൊടുത്തു, വെറും €1 താഴെ വരുന്നുള്ളൂ. കേരളത്തിൽ ഇരിക്കുമ്പോൾ €1 എന്ന് പറഞ്ഞാൽ 86-96 രൂപ വരും കേട്ടോ. അത് നമുക്ക് വലിയ തുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. പൈസക്കാരെന്ന് വിചാരിക്കില്ല ഞാൻ. ഇനി അടുത്തത് സ്വാഭാവികമായും നമുക്ക് തൈര്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് യോഗട്ടാണ്. ഇതിന് ഏതാണ്ട് €1 താഴെ വരുന്നുള്ളൂ. കെ മാർക്കറ്റിൻ്റെ യോഗട്ടാണ്, സ്ട്രോബെറി ഫ്ലേവർ. പിന്നെ മുട്ട. ഇത് കെ മാർക്കറ്റിൻ്റെ മുട്ട, ഇതും ചീപ്പറാണ്.
കെ മാർക്കറ്റിൻ്റെ വെളുത്തുള്ളി, ഇവർക്ക് സവാള എല്ലാം ഉണ്ട്. നമുക്ക് തീർന്നു പോയായിരുന്നു, എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നു ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ കെ മാർക്കറ്റിൻ്റെ വെളുത്തുള്ളി, ബ്രെഡ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, എല്ലാ സിറ്റിയിലും ഭയങ്കര വില കൂടിയ സാധനങ്ങൾ കിട്ടും. അതായത് ഒരു ബ്രെഡിന് 400 രൂപ, 4 യൂറോ, 5 യൂറോയൊക്കെയുള്ള ബ്രെഡുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ സ്ഥലത്ത്, നിങ്ങൾ ഇവിടെ ഫിൻലാൻഡിൽ പഠിക്കാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ഥലത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യുക. ചീപ്പറായിട്ട് കിട്ടും. കാരണം 500 രൂപയുടെ ബ്രെഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയാൻ കുഴപ്പമില്ല. ചീപ്പറായിട്ട് മേടിക്കണമെങ്കിൽ ഈ ബ്രെഡ് ജസ്റ്റ് 1 യൂറോ സംതിങ് ആണ്. ഇത്രയും വലിയ ബ്രെഡ് കെ മാർക്കറ്റിലെ ബ്രെഡാണ്. പറഞ്ഞുകൂടാത്തവരെ നിങ്ങൾക്ക് പറഞ്ഞു തരും ബ്രെഡ് പോലും ഇവിടെ പോയി കഴിക്കാൻ പറ്റത്തില്ല, 500 യൂറോയ്ക്കാണെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അതുപോലെ തക്കാളി, ഈ ടൊമാറ്റോ മേടിക്കണമെന്നുണ്ടെങ്കിൽ കിലോയ്ക്ക് ഭയങ്കര റേറ്റാണ്. ആ സമയം നമുക്ക് ടൊമാറ്റോ പ്യൂരി ആയിട്ട് തന്നെ മേടിക്കാനായിട്ട് പറ്റും. ഈ 400 ഗ്രാമുള്ള ഒരു ടൊമാറ്റോ പ്യൂരിക്ക് ഏതാണ്ട് 81 സെന്റ്, 85 സെന്റ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീസ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കുള്ള ചീസ് വേണമെങ്കിൽ ചേട്ടാ, അതിനും വില കുറവാണ് ഇവിടെ. അതും കെ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്, മൊത്തം കെ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. പിന്നെ പറയുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു കോൺ ഐസ്ക്രീമിന് 30-40 രൂപയൊക്കെയാണ്. ഇവിടെ 6-നുള്ളൊരു കോൺ ഐസ്ക്രീമിന് ഏതാണ്ട് 1 യൂറോയാണ്, 99 സെന്റാണ്. ഇത് 1 യൂറോയ്ക്കും 1 യൂറോ 9 സെന്റിനും, 90 അല്ല 9 സെന്റിന് മേടിക്കാൻ കിട്ടും. 99 സെന്റിന് കെ സോപ്പ് സിറ്റി മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. 6 ഉണ്ട്. 99 സെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി 99 രൂപ ആയിട്ടില്ല. പിന്നെ 2 ചീസ്, പിന്നെ ഉള്ളതാണ് ചീസ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചീസ് വേണ്ടി വരും. ഇത് ഏകദേശം വില കുറവാണ്, 2 യൂറോയിൽ താഴെയാണ് ചീസിന്റെ വില. പിന്നെ സ്വാഭാവികമായിട്ടും കിച്ചണിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ, ഇത് കെ മാർക്കറ്റിന്റെ തന്നെയാണ്. പിന്നെ മിൻസ്ഡ് ബീഫ് കഴിക്കുന്നതിന് മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ബീഫ് കഴിക്കുന്നതിന് മാത്രം മേടിച്ചാൽ മതി. ഞാൻ ബീഫ് കഴിക്കാറുണ്ട്. അതിൻ്റെ മിൻസ്ഡ് ബീഫ്, ഇതും ചീപ്പറാണ്, 2 യൂറോ താഴെയാണ്. പിന്നെ കേക്ക്, ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കേക്കാണ്. ഇതും കെ മാർക്കറ്റിൻ്റെ കേക്കാണ്, ഇതും ചീപ്പറാണ്. പിന്നെ പണ്ട് ഞാൻ കൊച്ചിയിലെ ലുലു മാളിൻ്റെ അടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലുലു മാളിൽ സ്ഥിരം പോകുമ്പോഴത്തേക്കിന് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വേഫിൾസ് കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വേഫിൾസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര മുടിഞ്ഞ പൈസയാണ്. അതുകൊണ്ട് കെ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ വേഫിളായിട്ടുള്ള സാധനം മാത്രം മേടിച്ച്, ഇതിൽ ന്യൂട്ടെല്ലാം ഉരുക്കിയും ഒഴിച്ചാൽ മതി, വേഫിളായി കുറച്ച് പഴം കൂടി വെട്ടിയിടാം, അതിനുവേണ്ടി മേടിച്ചാണ്. പിന്നെ സ്പഗറ്റി, ഇതിനും വളരെ ചീപ്പറാണ് ഇതിന് വില. ഇത് കുറേ ഉണ്ട്. ഇത് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2-3 ആഴ്ച ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ കഴിച്ച് ജീവിക്കാം. പിന്നെ കെ മാർക്കറ്റിൻ്റെ തന്നെ ബേക്കൺ ഉണ്ട്, ഇതും വില കുറവാണ്. ഇനി ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ വേണ്ടേ, ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചു തരാം. കെ മാർക്കറ്റിൻ്റെ 1 കിലോ ആപ്പിളാണ്, ഇതും വില കുറവാണ് കെ മാർക്കറ്റിൻ്റെ. ഈ ആപ്പിൾ നിങ്ങൾക്ക് ഈ സമയം വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് പിന്നെ മേടിക്കാനേ പറ്റുള്ളൂ, കാരണം പുറത്തൊന്നും കാണത്തില്ല. അതേസമയം നോർമലായിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് മരത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കാനായിട്ട് വരും. ഫിൻലാൻഡിൽ ഫ്രീ ആണ്, റോഡ് സൈഡിലൊക്കെ കാണണമെങ്കിൽ. ഇല്ലാത്ത സമയത്ത് മേടിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ പിന്നെ തൈര്, യോഗട്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് തൈരാണ്, ഇതും ചീപ്പറാണ്, ഇതും കെ മാർക്കറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് വാഷ്, ബാത്തിങ് സോപ്പിനൊക്കെ പകരം ഞാൻ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് സോപ്പാണ്. അപ്പോൾ അതും ചീപ്പറാണ്. മേടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ 100 മില്ലിയുടെ ഒന്നും മേടിക്കരുത്. ഇതുണ്ട്, ഇതിന് വില കുറവാണ്. ഇത് മേടിച്ചിട്ട് നമ്മൾ കുപ്പികളിൽ ഒഴിച്ച് ഉപയോഗിക്കുന്നതാണ് ലാഭം. അപ്പോൾ ഐസ്ക്രീം ഡേസ് പറഞ്ഞ്. പിന്നെ ഉള്ളത് എന്താണ്, ചപ്പാത്തി. ഇവിടെ ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ചപ്പാത്തിക്കുള്ളൊരു മാവ് കിട്ടില്ല എന്നൊന്നുമില്ല. ഏഷ്യൻ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ചപ്പാത്തിക്കുള്ള കറക്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള ആട്ടമാവ് തന്നെ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഉരുട്ടി പരത്തി ചപ്പാത്തി തിന്നാം. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാനിവിടെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർട്ടിലാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് വളരെ ചീപ്പറാണ് കെ മാർക്കറ്റിൽ. ഇതും കെ മാർക്കറ്റിൽ തന്നെയാണ്, ഇത് വളരെ ചീപ്പറാണ്. അതുപോലെ ഈ ചീപ്പറെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഒരു സാധനത്തിന് 1 കിലോ ആണ്, 1 കിലോ ക്വാണ്ടിറ്റി ഉണ്ട്, അതിനൊരു വില. മറ്റതിന് 500 ഗ്രാമേ ഉള്ളൂ, അതിനൊരു വില. അങ്ങനെയല്ല, ഈ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വില കമ്പാരിസൺ പറയുന്നത്. ഇതിനൊക്കെയാണ് വില കുറവ് കേട്ടോ. അതായത് ഇവിടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വില കുറച്ച് വെക്കുന്നതല്ല. ഇതാണ് പൊതുവിലുള്ള കാര്യം. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രം കൈയൊക്കെ ഉപയോഗിച്ച് കഴുകാം. ഇവിടെ ഇലക്ട്രിസിറ്റി ചില സമയത്ത് നമുക്ക് വളരെ ചീപ്പറായിട്ട് കിട്ടും. ഇലക്ട്രിസിറ്റിയിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇവിടെ ഡിഷ് വാഷറാണ് ഉപയോഗിക്കാറ് പണി എളുപ്പത്തിന്. അതും കെ മാർക്കറ്റിൻ്റെ തന്നെയാണ്, അതും ചീപ്പറാണ്. പിന്നെ നമ്മളിനി ഇത് ഇത്ര മാത്രമല്ല കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. ഓൾറെഡി ഞാൻ മേടിച്ച് തീരാറായപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. കാരണം പലരും ചോദിക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാനിവിടെ വന്ന് ഉടനെ നിങ്ങൾ അന്തവും കുന്തവും ഇല്ലാതെ തൊട്ടടുത്തുള്ള കടയിൽ പോയി മേടിക്കും. അങ്ങനെ മേടിക്കരുത്, കത്തി റേറ്റ് ആയിരിക്കും. ഉടനെ സ്റ്റുഡൻറ്റിൻ്റെ ID വെരിഫൈ ചെയ്യുക, നിങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് കാർഡ് എടുക്കുക. നിങ്ങൾക്ക് 75 രൂപയ്ക്ക് മേടിച്ച് 5% ഡിസ്കൗണ്ട് കിട്ടും, ചീപ്പറാണ്. ആ കാർഡിൽ തന്നെ വേണം നിങ്ങളുടെ സ്പൗസ് മേടിക്കാൻ പറയുക. അപ്പോൾ അതിലും ചീപ്പറായിട്ട് കിട്ടും, രണ്ടുപേരും കൂടെ മേടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് മാത്രമല്ല ഒരുപാട് സാധനമുണ്ട് കെ മാർക്കറ്റിന്. ഇനി ഇവരുടെ തന്നെ മസാലപ്പൊടികളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ മസാലപ്പൊടികൾ കൊണ്ടുവരുന്ന നിർബന്ധമില്ല. ഇവിടുത്തെ ഏഷ്യൻ സ്റ്റോറിൽ നിന്നോ കെ മാർക്കറ്റിലേക്ക് മേടിക്കാൻ നല്ലതാണ്. അവരുടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ.
അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തൊന്നും അവർ വെച്ചിരിക്കില്ല. ഏതെങ്കിലും മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇത് ലീസ്റ്റ് പ്രയോറിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുക്കണം ഇതിൻ്റെയൊക്കെ മറ്റു കോമ്പറ്റീറ്ററുടെ നിന്ന്. വളരെ ചെറിയൊരു സ്പേസിൽ ഇവർ വെക്കാറുള്ളൂ. പ്രയോറിറ്റി എപ്പോഴും മറ്റ് ബ്രാൻഡുകൾക്കാണ് ഇവർ കെ മാർക്കറ്റിലാണെങ്കിലും കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. മുട്ട തന്നെ ഇവിടെ പലതരമുണ്ട് കേട്ടോ. ഈ മുട്ട മേടിക്കുന്നതാണ് നല്ലത്, അത്യാവശ്യം നല്ല മുട്ടയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കെ മാർക്കറ്റിൽ അവരുടെ സ്പെഷ്യൽ ഒരു ഡിസ്പ്ലേ കാണും, സ്പെഷ്യൽ ഒരു ഏരിയ കാണും. എക്സ്പയറി ആവാൻ പോകുന്ന സാധനങ്ങൾക്ക് 30% ഓഫറും കൂടെ കാണും. അപ്പോൾ നിങ്ങളുടെ കെ മാർക്കറ്റിൽ ആദ്യം കയറുമ്പോൾ അവിടെയും കൂടെ പോയി നോക്കുക. എക്സ്പയറി ആവാൻ പോകുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ആവാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരാഴ്ചയൊക്കെ മുമ്പ് എക്സ്പയറി ആവുന്ന സാധനങ്ങളൊക്കെ അവർ ചീപ്പറായിട്ട് വിൽക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു 30% ഓഫർ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ച സാധനമാണിത്. ഇതിന് 25% ഓഫർ. ഇത് പോർക്കാണ്, 25% ഓഫർ. ഇത് ഏതാണ്ട് 350 ഗ്രാമാണ്. ഓഫറും കൂടെ കഴിഞ്ഞിട്ട് ഏതാണ്ട് €3.77 ആണ്. പോർക്കിന് ഇതൊന്നും അല്ല വില. ഇത് മസാല പുരട്ടിയ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന പോർക്കാണ്. നമുക്ക് അല്ലാതെ മേടിക്കാനായിട്ട് കിട്ടും ചീപ്പറായിട്ട്. പോർക്ക്, ചിക്കൻ, ബീഫൊക്കെ. ബീഫ് ചില സാഹചര്യത്തിൽ വില കൂടുതലാണ്. ഏഷ്യൻ സ്റ്റോറിലായിരിക്കും കുറച്ച് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ഫുഡ് പറയാൻ കാരണം അന്നവിചാരം മുന്നവിചാരം എന്നാണല്ലോ. ഫുഡാണല്ലോ നമുക്ക് മെയിൻ. ഇനി അടുത്തെന്ന് വെച്ചാൽ റെന്റിന്റെ കേസ് പറയാം. റെന്റ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 2 പേർക്കുള്ള റെന്റ് എന്നുള്ളതാണ്. കാരണം ഒരു സ്റ്റുഡന്റ് മാത്രം വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഹൗസ് ആയിട്ടായിരിക്കും വരുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഷെയർഡ് അപ്പാർട്ട്മെന്റിലായിരിക്കും. അപ്പോൾ 2 പേർക്കുള്ള ഒരു റെന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് പറയാനായിട്ട്. നമുക്ക് ഒരു സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ് അക്കോമഡേഷൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ പെർ ഹെഡ്, ഇത് പെർ ഹെഡ് ആണ് പറയുന്നത്. സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് മൊത്തം ഫിൻലാൻഡിൽ ഒരു ഏകദേശ റേറ്റ് എന്ന് പറയുന്നത് ഒരു €350 മുതൽ മാക്സിമം അങ്ങേയായിട്ട് ഒരു €450 വരെയൊക്കെ വരത്തുള്ളൂ പെർ ഹെഡ്. നമുക്കൊരു റെന്റ് വരുന്നത് ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി ബില്ലും. കാരണം സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ. ഇനി അങ്ങനെ ഒരു പ്രൈവറ്റ് ആണ് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ ഏരിയ, അതായത് ചെറിയൊരു റിമോട്ട് ഏരിയ, ഒരു വില്ലേജ് പോലെ വലിയ സിറ്റി ഒന്നും അല്ലാത്ത സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 പേർക്ക് നിൽക്കുന്നത് സെയിം ഒരു 360 അല്ലെങ്കിൽ €400 മുതൽ ഒരു €700 നമുക്ക് കിട്ടും. വിത്തൗട്ട് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും. ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും സെപ്പറേറ്റ് കൊടുക്കണം. വാട്ടർ ബില്ല് പെർ ഹെഡ് €10 മുതൽ €30 വരെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് യൂസേജിനനുസരിച്ചിട്ടാണ്. നിങ്ങൾ എഗ്രിമെന്റിനകത്ത് കൃത്യമായിട്ട് നോക്കുക, ഹീറ്റിംഗ് ഇൻക്ലൂഡഡ് ആണോ റെന്റിന്റെ കൂടെ എന്നുള്ളത് നോക്കുക. ചിലതായിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിന്റർ ടൈമിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു €70-80 പ്ലസ് ഇലക്ട്രിസിറ്റി ബില്ല് വരും. കാരണം നിങ്ങളുടെ കറണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ഹീറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് ഇല്ലാതെ വിന്റർ ടൈമിൽ ജീവിക്കാൻ പറ്റില്ല, ഏതാണ്ട് 5-6 മാസം. അപ്പോൾ അതുകൊണ്ട് ഹീറ്റിംഗ് റെന്റൽ അഗ്രിമെന്റ് കൂടെ ഇൻക്ലൂഡ് ആണോ നോക്കുക. വാട്ടർ ബില്ല് പെർ ഹെഡ് €10 മുതൽ €30 വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് ഒരു €20-30 വരുന്നുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അവർക്കൊരു ആപ്പ്, ഓൺലൈൻ പോർട്ടലൊക്കെ കാണും. നമുക്ക് അതിനകത്ത് നോക്കാനായിട്ട് പറ്റും ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഫെയർ എങ്ങനെയാണ്, ഇപ്പോഴെത്രയാണ് അതിൻ്റെ ഫെയർ, ഈ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. ചില സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ചീപ്പർ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. യൂറോ റേറ്റിൽ ഏതാണ്ട് €0.02 വളരെ ചീപ്പറായിട്ട്, ഇതൊരു വളരെ വളരെ ചീപ്പറായിട്ട് നമുക്ക് കിട്ടും. ചില സമയത്ത് 4-5 മണിക്കൂറൊക്കെ കിട്ടും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വാഷ് ചെയ്യാനും ഡിഷ് വാഷ് ഉപയോഗിക്കാനും വാക്യൂം ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കത്ത് റേറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിച്ച് തീരുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാത്തിലും കാണും. നിങ്ങൾ കോൺട്രാക്ട് ചെയ്യുന്ന ആപ്പ് ആ ഒരു ഇതിൽ തന്നെ കാണും. 2-3 കമ്പനികൾ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് യൂസേജ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ മാസം നമുക്കൊരു €10-15 അകത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ചീപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ മെയിൻ സിറ്റികളിലാണെന്നുണ്ടെങ്കിൽ, മെയിൻ സിറ്റി അല്ല, ചില സാഹചര്യത്തിൽ ലോക്കലായിട്ടുള്ള റിമോട്ട് വില്ലേജിലും കിട്ടാറുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കിട്ടും. ജസ്റ്റ് ഒരു കണക്ഷൻ മോഡം മാത്രം മേടിച്ച് വെച്ചാൽ മതി. ചില റെന്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാൻഡ് ലോഡ് മോഡം ഒക്കെ തരും. 25 MB/s ഫ്രീ ഇൻ്റർനെറ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. കേട്ടപ്പോൾ മുഖത്ത് ചിരി വന്ന് കാണും. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 100 MB കുറവാണെങ്കിൽ ഉപയോഗിക്കാനേ പറ്റില്ല. വളരെ സ്ലോ ആണ്. മിനിമം ഒരു 100-600 MB എങ്കിലും വേണം ഇന്റർനെറ്റ് നല്ലൊരു രീതിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മറ്റേ പേരിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി അങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മന്ത്ലി വളരെ ചീപ്പറാണ്. എനിക്ക് തോന്നുന്നു €15-16 വരുന്നുള്ളൂ. അൺലിമിറ്റഡ് നെറ്റ് 600 MB/s ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എനിക്കൊന്ന് നാട്ടിലുള്ളതിനെ കഴിഞ്ഞ് ചീപ്പറാണെന്ന് തോന്നുന്നു അൺലിമിറ്റഡ് ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലും റെന്റിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. ഏകദേശം എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ഇത്ര ആവുകയുള്ളെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചുരുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലർ വരുമ്പം നല്ല ആവശ്യമൊക്കെയായിട്ട് ജീവിക്കണമെന്ന് തോന്നും. അപ്പോൾ അവർക്ക് വേറൊരു എക്സ്പെൻസ് ആയിരിക്കും വരുന്നത്. വേണമെന്നൊക്കെ വെച്ച് ജീവിച്ചു പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇവിടെ ഫുഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പട്ടിണി നടക്കണമെങ്കിൽ മിനിമം എത്ര രൂപ മാസം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഫിൻലാൻഡിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ ഇതിനെ കഴിഞ്ഞ് ചീപ്പറായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ജീവിക്കാനായിട്ടൊക്കെ പറ്റും.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.